ഇതിലിപ്പം സ്ലാങ് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എന്താ പറയണ്ട ഒരു അറിയാവുന്ന ഒരു കാര്യമാണ്. ബാക്കി ഇതിലെ ഒരു ചെറിയൊരു ടേം പോലെ ഒന്നും എനിക്ക് ഫെമിലിയർ അല്ല. സ്ലാങ് മാത്രമേ എൻ്റെ ഉള്ളൂ ഒരു പിടിവള്ളി ആയിട്ടുള്ളത്. ബാക്കി നീന്തലും രാജേഷ് ഏട്ടാ തുടങ്ങി. ഒന്നുകിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ആദരാഞ്ജലികൾ ഇടുന്നില്ല കാര്യം എനിക്ക് ഉറപ്പായി. കുറച്ചെങ്കിലും എന്താ കഷ്ടപ്പെട്ടു അല്ലേ, നീന്താൻ കുറച്ച് കഷ്ടപ്പെട്ടു. രതീഷ് പൊതുവാളിന് സെന്ന ഹെഗ്ഡേക്കൊക്കെ വേണ്ടിയിട്ടാണ് കാസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അത് ഒരു നല്ല ഡയറക്ടേഴ്സാണ്, അതുകൊണ്ട് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനും ശ്രദ്ധിക്കപ്പെട്ടു. എന്താണ് പ്രണയത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല ഒരു കാര്യമാണ് പ്രണയം. സമയം സന്ദർഭവും സാഹചര്യം നോക്കി പ്രത്യേകം എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇവൻ ആ ടീച്ചറെ കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റുകളൊക്കെ. ഇപ്പൊ എന്താ പറഞ്ഞു വന്നേ? വെള്ളത്തിലങ്ങ് എത്തി നീന്തി. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുടെ വിശേഷങ്ങളുമായി നമുക്കിപ്പോൾ ഇന്ന് രാജേഷ് മാധവൻ, ചിത്ര, ശരണ്യ. നമസ്കാരം. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. നിങ്ങളെപ്പോലെ തന്നെ പ്രേക്ഷകരും ഹാപ്പിയാണ്. കാരണം ഇന്നത്തെ ആ കേസോട് എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഒരു ചെറിയ ഭാഗം അതൊരു വലിയ സിനിമയാകുവാണ്. ആദ്യം തന്നെ നിങ്ങളുടെ ഒരു പ്രതീക്ഷ പറഞ്ഞു തുടങ്ങാം. അപ്പം മലയാള സിനിമയിൽ കുറേയധികം നല്ല ഹിറ്റ് സൂപ്പർ ഹിറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇതും ഒരു സൂപ്പർ ഹിറ്റ് ആകും, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ എന്നാത്താൻ കേസോടിലെ സുരേഷൻ സുമലതേനെയൊക്കെ ഏറ്റെടുത്തതുപോലെ തന്നെ, അല്ലെങ്കിൽ എന്നാത്താൻ കേസോട് ഏറ്റെടുത്തതുപോലെ തന്നെ ഈ സിനിമ ഏറ്റെടുക്കുന്നതാണ് തോന്നുന്നത്. ഒരു ഫൺ എൻ്റർടൈനറാണ്. കുറേ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ആൾക്കാരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. എന്നത്തെ കേസോട് സിനിമ പോലെയല്ല, അതിൻ്റെ ഒരു ചെറിയ പാർട്ട് നിന്ന് ഒരു സീക്വലോ പ്രീക്വലോ ഒന്നുമല്ല, കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, ഒരു ഉള്ളടക്കമാണല്ലോ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രെയിലറിനകത്തിലും കണ്ടായിരുന്നു മൂന്ന് പാർട്ടായിട്ട്. നമ്മൾ ചില ട്രാൻസിഷനൊക്കെ കാണുമ്പോൾ 90s നിന്ന് പെട്ടെന്ന് വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും വേറൊരു സിറ്റുവേഷനായി മാറുകയാണ്. അപ്പോൾ 3 കാലഘട്ടത്തിലെ കഥ പറയുന്നുണ്ട്. അപ്പം പ്രേക്ഷകർക്കൊരു സംശയമാണ്, ഇതെന്തൊരു ടൈം ട്രാവൽ സിനിമയാണോ, എന്ത് ഡ്രാമയാണോ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും അതൊരു സർപ്രൈസ് ആണോ? ശരിക്കും സർപ്രൈസിങ് എലമെന്റ്സ് ഒന്നുമില്ല അതിൽ. അത് സിനിമ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പ്രേമകഥയാണ്. ആ കഥേനെ നമ്മൾ കുറച്ച് കാലഘട്ടങ്ങളിൽ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ലീനിയറായിട്ട് പോകുന്നൊരു കഥേനെ കുറച്ചൊന്ന് മുറിച്ചിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രേമത്തിൻ്റെ ഈ കഥയുടെ അവസ്ഥ ഓരോരോ കാലഘട്ടത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെയുള്ള ചെറിയ മാറ്റങ്ങൾ അതിലുണ്ടാവും. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. പിന്നെ എന്തിനാണ് ഈ ട്രെയിലർ ഇത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്? ട്രെയിലർ കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ച് നമുക്ക് കാണുമ്പോൾ 60 വർഷങ്ങളുടെ ഒരു ബാക്കപ്പ് പറയുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നുണ്ട്, കുറച്ച് വിൻറ്റേജ് കാണുന്നുണ്ട്, പിന്നെ ഒരു മോഡേൺ കാണുന്നുണ്ട്. പല രീതിയിലാണ് കണ്ടിരുന്നു. യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഈ ട്രെയിലർ ടീസറിന്റെ ഒക്കെ ഒരു എന്താണ് ഡീകോഡിംഗ് വീഡിയോ തന്നെ. അപ്പൊ അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ശരിക്കും അതിൽ കുറേയൊക്കെ വളരെ സത്യം അവര് പിന്നെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കാര്യം തന്നെ ഉണ്ട് ഇതിലെല്ലാം. ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എന്താ രസം പോകും. അതുകൊണ്ടാണ് അത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറയാതെ. പിന്നെ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, ഇത് സിമ്പിളാണ്. ഇത് കാണുമ്പോൾ എന്തായാലും ഓഡിയൻസിന് നല്ല ഇഷ്ടമാവും, നല്ലോണം ആസ്വദിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. എങ്ങനെയാ ശരണ്യയുടെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത് സുരേഷിന്റെ ചേട്ടന്റെ വൈഫ് ക്യാരക്ടറാണ്. പേര് ചാരുലത. കാവന്താടൻ കുടുംബത്തിലെ വന്നു കയറിയ ആളാണ്. അപ്പോൾ ഈ ഒരു സ്പിൻ ഓഫ് സിനിമയിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു ആ ഒരു കാസ്റ്റിംഗ് ഒക്കെ? ഈ പടത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അല്ല, ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ അപ്ലൈ ചെയ്ത് ഓഡിഷൻ ത്രൂ ആണ് കയറിയത്. അപ്പം ആ സമയത്ത് ഞാൻ ആക്ച്വലി അധികം മൂവീസൊന്നും ഇല്ലാണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാ ഓഡിഷനും ഞാൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രതീഷാൻ്റെ മൂവിയിൽ ചെയ്യണം എന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു.
പണ്ട് തൊട്ടേ ഇവരുടെ ഓരോ മൂവീസൊക്കെ കാണുമ്പോൾ രസം. പക്ഷെ കിട്ടുമില്ലോ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എങ്ങനെ ഇതാവുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഓഡിഷൻ കോൾ കണ്ടപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൊടുത്തതാണ്. ഓഡിഷൻ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ നാടകം ചെയ്യുന്നുണ്ട്, നാടകത്തിൻ്റെ ഒക്കെ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ ഓഡിഷന് ഈ നാടകത്തിൻ്റെ ഓരോ സീൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ രസമായിരുന്നു. പക്ഷെ അപ്പോഴും കിട്ടുമെന്ന് വിചാരിച്ച് പോയി ചെയ്തതല്ല. കാരണം ഇതൊക്കെ കുറച്ച് വലിയ ടീമാണ്. അപ്പോൾ പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായി പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഓഡിഷന് പോയാലും എന്തെങ്കിലും പുതിയത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ സെലക്റ്റായി. 2-3 സെഷൻ ഓഫ് ഓഡിഷൻ കഴിഞ്ഞ് സെലക്റ്റായി. നല്ല ക്യാരക്ടറായിരുന്നു അത്. കുറച്ച് അധികം ഒന്ന് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ട് ഓഡിഷനും കാസ്റ്റിങ്ങിനും ഒക്കെ ആയിട്ട്. അങ്ങനെയാണ് ശരണ്യ അതിലേക്ക് എത്തുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഇവരാദ്യം മറ്റേ കണ്ണൂർ സ്ലാങ്ങുള്ള കുട്ടീനെ വേണമെന്നായിരുന്നല്ലോ. അതെ, അങ്ങനെ സംസാരിച്ച് പിടിച്ചിരിക്കാൻ കുറച്ച് പാടാണ്. നല്ല പാടായിരുന്നു. എനിക്ക് ഇതുവരായിട്ടും ഞാൻ ആ വശത്തേക്ക് അങ്ങനെ അധികം പോയിട്ടുമില്ല. എനിക്ക് ആ സ്ലാങ് അത്ര അറിയത്തുമില്ല. സിനിമയിലൂടെ കുറച്ചൊക്കെ അറിയുള്ളൂ. ഈ ഡയലോഗ്സിലൂടെ ഒക്കെ പറഞ്ഞു തരാം, പഠിക്കുമായിരുന്നു. ഫസ്റ്റ് ഡേ എന്നെ രതീഷ് ചേട്ടനും സുധീഷ് ചേട്ടനും കൂടിയിട്ട് ഡയറക്ടറും കൂടി ഇരുത്തി ഒരു ഡയലോഗ് തന്നു. ഫോൺ വിളിക്കുന്ന സീൻ, മറ്റേ ഉച്ചക്കേക്ക് എന്താ ഉച്ചക്കേക്ക് എന്താ വേണ്ടിയെന്നൊക്കെ. ഉച്ചക്കേക്ക് എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഉച്ചക്കേക്ക്. അപ്പം എൻ്റെ അടുത്ത് ഡയലോഗ് ആദ്യം രതീഷേട്ടൻ പറഞ്ഞു തന്നു. അപ്പം ഞാൻ കേൾക്കുന്ന വളരെ വീടായിട്ട് എനിക്ക് മീനിങ് ഒന്നും മനസ്സിലാവുന്നില്ല. രതീഷേട്ടൻ ഒരു പേപ്പറും പേനും എടുക്ക്, ഇരിക്ക്, എഴുത്, ഓരോന്ന് എഴുതിച്ച് കുറേ 3-4 ആവർത്തി പറയിപ്പിച്ച് ഒന്ന് കുറച്ച് ഫെമിലിയർ ആയപ്പോഴാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യ ദിവസം എൻ്റെ പക്കാ പോക്കായിരുന്നു. ഫൈനൽ സ്റ്റേജ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ പിന്നെ കൂടുതലും അവിടെയുള്ള കംപ്ലീറ്റ് എല്ലാവരും കുറേ പേരുണ്ട് ഷൂട്ടില്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാം അവിടെയുള്ള ആൾക്കാരെ തന്നെയാണ് ഇവരെടുത്തിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും വർത്താനം പറഞ്ഞ് കമ്പനി അടിച്ചിരുന്ന്. പിന്നെ സ്റ്റഡി ക്ലാസ് പക്കാ സ്ലാങ് എന്താണ് എന്നൊക്കെ പറയുമ്പോ എന്തെന്ന് എനിക്കൊന്നും മനസ്സിലാവും ആദ്യ ദിവസമൊക്കെ. പിന്നെ അടുത്ത ദിവസം ഞാനും ഇന്നായി ഓക്കെ ആയി. ആ ഒരു ഫ്ലോ എല്ലാം എങ്ങനെ ചിത്ര, അത് ആ ഒരു ഫ്ലോ എങ്ങനെ കൊണ്ടുവരുന്നത് സംസാര ഭാഷ? അല്ല, ഞാൻ കാസർഗോഡ് തന്നെയല്ലേ, അതുകൊണ്ട് നീലേശ്വരത്ത് ഉള്ളോട്ടാ, കുറച്ചുകൂടി ഒരു അരമണിക്കൂർ ഉള്ളോട്ടാണല്ലോ. അപ്പൊ ഈ സിനിമയിൽ ഫെമിലിയർ ആവുന്നു, സ്വന്തം ഭാഷയിലൂടെ തന്നെ, വേറെ എഫേർട്ടുകളൊന്നുമില്ല സംസാരത്തിൽ, ഡയലോഗുകളിലും ഒരു അച്ചടി ഭാഷയിലേക്കൊന്നും വരണ്ട, സ്വന്തം ഭാഷയിൽ തന്നെ, സ്വന്തം നേറ്റീവിൽ ആ ഒരു സ്ലാങ്ങിൽ തന്നെ സംസാരിക്കാൻ പറ്റുക, അത് ക്ലിക്ക് ആവുക, അതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം കൂടി അല്ലല്ലോ. എങ്ങനെയുണ്ട് ഈ ഒരു സ്പിൻ ഓഫിലേക്ക് വരുമ്പം? ശരിക്കും സുമലത ടീച്ചറെ നല്ലാണ്ട് ചിത്ര എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. അല്ല, ഇതിലിപ്പം സ്ലാങ് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയണ്ട, ഒരു അറിയാവുന്ന ഒരു കാര്യമാണ്. ബാക്കി ഇതിലൊരു ചെറിയൊരു ടേം പോലെ ഒന്നും എനിക്ക് ഫെമിലിയർ അല്ല. സ്ലാങ് മാത്രമേ എൻ്റെ ഉള്ളൂ ഒരു പിടിവള്ളി ആയിട്ടുള്ളത്. ബാക്കി നീന്തലും അതെന്താവോ രാജേഷ് ഏട്ടാ തുടങ്ങി പിന്നെ ഇവിടുന്ന് പൊങ്ങി അവിടെ പൊങ്ങുമെന്ന് മാത്രം. പൊങ്ങണെങ്കിൽ നാട്ടുകാർ വിചാരിക്കും എന്തോന്നും പറയുന്നില്ല, എന്താണത് മനസ്സിലാവണില്ല. അതെനിക്ക് മനസ്സിലായിട്ടില്ല. വെള്ളത്തിലല്ലേ, ഞാനത് കേട്ടില്ല. ഞാൻ പറയുന്നത് വെള്ളത്തിലായതുകൊണ്ട് ഞാനും കേട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഫോക്കെന്നോ മറ്റാണ് അങ്ങനെ അത് എന്നെ കളിയാക്കിയ. ഞാൻ നീന്തൽ പഠിക്കാം, അത് പിന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും തുടങ്ങി, ഇനിമ പറഞ്ഞോ. ഈ സിനിമക്ക് വേണ്ടി നന്നായി നെളിയാൻ പറഞ്ഞു ഫസ്റ്റ്. അത് ഏകദേശം 109ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് 1 കിലോ കുറഞ്ഞു. പിന്നെ സിനിമയുടെ അവസാനം പാക്കപ്പ് ഡേക്ക് 1 കിലോ കുറഞ്ഞു. ഡയറ്റ് തുടങ്ങി. അതിന് മുമ്പേ ഡയറ്റ് ചെയ്യാൻ, തടി കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ അതുപോലെ നീന്തൽ നന്നായിട്ട് നീന്താൻ അറിയണമെന്ന് പറഞ്ഞു. അതും ആ ഷൂട്ടിന്റെ ദിവസം പിന്നെ മുക്കി പിടിച്ചതുകൊണ്ട്, പിന്നെ ശ്വാസം കിട്ടാത്തതുകൊണ്ട് അല്ല, ഞാൻ പോയി 5 ദിവസം അങ്ങനെ പഠിച്ചു. ഒന്നുകിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ആദരാഞ്ജലികൾ ഇടുന്നില്ല കാര്യം എനിക്ക് ഉറപ്പായി. കുറച്ചെങ്കിലും എന്താ കഷ്ടപ്പെട്ടു അല്ലേ, നീന്താൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം എനിക്ക് വെള്ളത്തിനെ പേടിയെന്നല്ല, മുങ്ങിക്കിടക്കാൻ ആ ബ്രീത്ത് അതൊന്നും എനിക്ക് പറ്റൂല. ഇപ്പൊ എന്താ പറഞ്ഞു വന്നേ? ആദ്യം വെള്ളത്തിലങ്ങ് എത്തി നീന്തി ക്യാരക്ടറല്ലേ. പിന്നെ
അല്ല ആദ്യം ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ചെയ്യാനുണ്ടായില്ല. പക്ഷെ ഇതിൽ പറഞ്ഞാൽ നായിക, അതുപോലെ ത്രൂ ഔട്ട് കുറേ എന്താ പറയണ്ടേ ഇമോഷനിലൂടെ കടന്നു പോകണം. പിന്നെ രതീഷേട്ടൻ്റെ ഒരു മൂവി എന്ന് പറയുമ്പം അതിൽ നന്നായിട്ട് ചെയ്യാനുണ്ട്. അത് അങ്ങനത്തെ കുറേ പേടിച്ചോണ്ട് തന്നെയാണ് ചെയ്തത്. അത് എത്രത്തോളം നന്നാക്കി എടുത്തു അത് ഇവരെല്ലാം സഹായത്തോടെ. ചിത്രം പൊതുവെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലേ? ഭയങ്കര ഇങ്ങനല്ലേ? ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ഈ സംസാരം കേട്ടിട്ടാണ് ആദ്യം സുമലത ടീച്ചറായിട്ട് ആദ്യം. ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ കളത്രാടും പറയും കളവലം ചെയ്യലുണ്ട്. ആണല്ലേ? അത്ര നിഷ്കളങ്കത അങ്ങനെ അങ്ങനെയല്ല എല്ലാരും അമൃത കളവ് പറയാറില്ലേ? പിന്നെ അതുപോലെ തന്നെ ഞാനും ഞാൻ കള്ളം പറയും എന്ന് ഇങ്ങനെ പറയാറില്ലല്ലോ പരസ്യമായിട്ട്. അതിന് ഒരു നിഷ്കളങ്കത വേണം. ഓ അങ്ങനെയാ, അത് പറഞ്ഞാലല്ലേ കളത്തരാവുന്നത്. അതെ അതെ. ഇപ്പൊ ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇന്നത്തെ കേസോട് സിനിമയിലേക്ക് ചിത്രനെ എടുക്കുമ്പോൾ ഉള്ള ഒരു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ പറ്റിയ ഒരാളായിരിക്കണം? എങ്ങനെയാണ് ശരിക്കും ചിത്രയിലേക്ക് ആ ഒരു സുമലത ടീച്ചറിലേക്ക് വരുന്നത്? നമ്മൾ ഈ ആ ക്യാരക്ടർ ഇറ്റ് സെൽഫ് ഫണ്ണി ക്യാരക്ടർ ആയിരുന്നു. മറ്റേ ഉണ്ടാകുമ്പോൾ തന്നെ ടീച്ചറും ഓട്ടോക്കാരനും, അംഗനവാടി ടീച്ചറും ഓട്ടോക്കാരനും എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ ഓഡിഷനൊക്കെ തുടങ്ങിയത്. അപ്പോൾ കുട്ടികളോട് സംസാരിക്കുന്ന ഒരാളെയാണ് നമ്മൾ മറ്റേ ഓഡിഷനിൽ കുട്ടികളോട് അംഗനവാടിയിൽ എങ്ങനെ ഇവർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ആദ്യം നോക്കിക്കൊണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരെ ഓഡിഷൻ ചെയ്തിരുന്നു ഈ ക്യാരക്ടറിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചിത്രയുടെ ഒരു സംസാര ശൈലി, കുട്ടികളോട് സംസാരിക്കുന്ന രീതി, പിന്നെ പാട്ട് പാടുന്ന ഒരു രീതി ഒക്കെ പിന്നെ രസകരമായിരുന്നു. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 ഘട്ടം ഒക്കെ കഴിഞ്ഞിട്ടാണ് ചിത്രനെ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ആക്ച്വലി ചിത്രയും കൂടി വന്നതിന് ശേഷമാണ് ഇപ്പം കാണുന്ന സുമലത ടീച്ചറുടെ രൂപത്തിലേക്ക് ആ ക്യാരക്ടർ മാറിയത്. ഈ കാസ്റ്റിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്നത് അത്ര ഒരു കുറച്ച് എഫേർട്ടായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഇപ്പം പ്രേക്ഷകർ സിനിമകൾ കാണുമ്പോൾ ജഡ്ജ് ചെയ്യുന്നത് കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, അവരെ എങ്ങനെ കഥാപാത്രവും ആ ഒരു ക്യാരക്ടറും ആ നടനുമായിട്ട് എങ്ങനെ ബ്ലെൻഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഒരു ക്യാരക്ടറിനെ ചെയ്യുമ്പം ഈ നടനാണ് എന്ന് തോന്നരുത്. ഇപ്പം അത് പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം, അവർ നന്നായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എത്രത്തോളം അത് എഫേർട്ടാണ്? നല്ല എഫേർട്ട് ഉണ്ട്. അതായത് നമ്മൾ കുറേ ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള എഫേർട്ടിൻ്റെ സൈഡ്. ബാക്കി നമ്മളൊരു നല്ല ഡയറക്ടർക്ക് വേണ്ടിയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഡയറക്ടറുടെ കയ്യിലാണ്. ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഡയറക്ടറുടെയും കൂടി കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി ആദ്യത്തെ ഇതിൻ്റെ നമ്മളുടെ ഉത്തരവാദിത്വം. ഈ ഷൂട്ടിനാകുമ്പോൾ നമ്മൾ ഞാൻ രതീഷേട്ടൻ്റെ കൂടെ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് ഷൂട്ടിനാകുമ്പോൾ കുറച്ചും കൂടി ഇവരുടെ ക്യാരക്ടറൊക്കെ ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട് എന്നുള്ളത് കൂടെ നിന്ന് നോക്കും. ഇതാണ് ബേസിക്കലി നമ്മൾ ഓപ്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാസ്റ്റിംഗ് ഡയറക്ടറുടെ ജോലി. ബാക്കിയുള്ളത് ഡയറക്ടറുടെ കയ്യിലാണ്. ചൂസ് ചെയ്യുന്നത് ഡയറക്ടർ തന്നെയാണ്. നമ്മൾ അല്ല അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആൾ. അത് എനിക്ക് രതീഷ് പൊതുവാളിന്, സെന്ന ഹെഗ്ഡേക്കൊക്കെ വേണ്ടിയിട്ടാണ് കാസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അത് അവർ നല്ല ഡയറക്ടേഴ്സാണ്. അതുകൊണ്ട് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനും ശ്രദ്ധിക്കപ്പെട്ടു. നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ്, സംസാര രീതി, ചിരി, കണ്ണിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഭയങ്കര രസമാണ്. ചിലപ്പോൾ ഒരു സിനിമയിലെ പോലെ അല്ല ചിലപ്പോൾ മറ്റൊരു സിനിമയിൽ കാണുന്നത്. എങ്ങനെയാണ് ശരിക്കും, എന്താണ് അതിനുള്ള രാജേഷ് മാധവൻ എന്ന് പറഞ്ഞൊരു നടൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്താണ്? ഇതേപോലെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ കുറച്ച് തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ട് നമ്മൾ അറിയാറുണ്ട്, ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ഇപ്പം ഒരു ക്യാരക്ടറിനെ നമുക്ക് ആദ്യം ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു യുണീക്ക് സ്വഭാവം ഉണ്ടാവും. നമ്മൾ എവിടുന്നെങ്കിലും ഒരാളെ അല്ലെങ്കിൽ നമ്മളൊരു രൂപം മനസ്സിലുണ്ടാക്കി വെക്കും. പിന്നെ ഇനിയൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതാവാതിരിക്കാനുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം കൂടി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. അതങ്ങനെ വിസിബിൾ അല്ല എന്നുണ്ടെങ്കിലും ഒരു ശ്രമം ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ.
പിന്നെ ബേസിക്കലി എനിക്ക് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരാണ് എനിക്ക് നല്ല ക്യാരക്ടേഴ്സൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയും കൂടി വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു പോലീസുകാരനല്ലല്ലോ എന്തായാലും നാടകക്കാരൻ. ആ വ്യത്യാസം എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കുറച്ച് ഈ പണീനെ കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്നുള്ളതുകൊണ്ട് എന്താ അതിലൊരു എഫേർട്ട് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. സുരേഷൻ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ എത്താൻ വേണ്ടിയിട്ട്? ഞാൻ ആദ്യം ഈ സുരേഷിൻ്റെ സിനിമക്ക് പ്രീ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം മൊത്തം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാത്താൻ കേസോട്. ആ സമയത്ത് വേറൊരു പിന്നെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ റോള് ചെയ്തത്. അപ്പോൾ ശ്രീകാന്ത് ചെയ്തൊരു രീതിയുണ്ട്, അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് ആ ക്യാരക്ടർ ചെയ്തൊരു രീതി. പിന്നെ ബാക്കി ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ, ഓട്ടോ ഡ്രൈവർമാരെ. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ അല്ലേ സുരേഷുമാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് അങ്ങനെ ആരെങ്കിലും ഒന്നും സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനില്ല, പക്ഷെ ഇങ്ങനത്തെയൊക്കെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചിത്രയുടെ കാര്യമാണ്. ചിത്ര ബേസിക്കലി ഒരു ടീച്ചർ ആണല്ലോ, ടീച്ചർ ആയിരുന്നു, ഇപ്പാണോ? അല്ല, ഇപ്പോഴല്ല. അപ്പം അതും കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? പക്ഷെ ഈ സിനിമയിൽ ഞാൻ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നതും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ സ്കൂളിൽ പോയി ഇതുപോലെ എന്താ പറയണ്ടേ, അങ്ങനെയുള്ള സിറ്റുവേഷൻ എൻ്റെ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. അപ്പം അത് തമ്മിൽ എന്താ പറയണ്ടേ, റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. ഈ നമ്മൾ സാധാരണ നായികമാരപ്പോൾ അല്ല, ഒരു എക്സ്ട്രാ നാണമാണ് എല്ലാത്തിനും. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ചിരി, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു നാണം, അല്ലെങ്കിൽ അതൊരു വേറെ എങ്ങും കാണാൻ പറ്റാത്തൊരു പ്രത്യേക തരം പ്രണയമാണ്. പ്രണയത്തിന് ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ള രീതിയിലല്ലേ? അതാണ് അതിൻ്റെ. ഒരു കാലഘട്ടത്തിലും ഈ പ്രേമത്തിന് ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരേ പ്രണയം തന്നെയാണ് 3 കാലഘട്ടങ്ങളിൽ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മറ്റേ പീരീഡായിട്ട് ഞങ്ങൾ ഈ പീരീഡിൻ്റെ ഒരു അഭിനയ രീതി, ഈ സമയത്ത് ഒരു അഭിനയ രീതി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതായത് 60s കുറച്ച് ഓവർ ആക്ടിങ് അങ്ങനെയല്ലേ, പക്ഷെ നമ്മളെ നമ്മളെ മാനറിസ് അങ്ങനെ അല്ലേ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നാച്ചുറൽ പരിപാടികൾ തന്നെയാണ്, എല്ലാറ്റിലും ഒരേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ സ്റ്റൈലും ലുക്കും ഒക്കെ മാറുമ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഈ സിനിമയിലെ വ്യത്യാസം. ഈ പറഞ്ഞ പോലെ 1960, പിന്നെ 1990, 2023 അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് 3 കാലഘട്ടത്തിലെ പ്രണയം തന്നെ പറയാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്? ഇത് ഒരു ലീനിയർ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകാമായിരുന്നല്ലോ ഈ സിനിമ. പിന്നെ എന്തുകൊണ്ടാണ് 3 കാലഘട്ടത്തിലെ പ്രണയം, അവിടെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതൊക്കെ പറയണം എന്ന് രതീഷേട്ടൻ പറയേണ്ട ഒരു ഉത്തരമാണ് ആക്ച്വലി. കാലഘട്ടം എത്ര മാറിയാലും പ്രണയത്തിൻ്റെ അപ്രോച്ചും പ്രണയത്തിനോടുള്ള അപ്രോച്ചും ഒരുപോലെയാണ് കാണിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ, എൻ്റെ ടോട്ടൽ ഒരു ഔട്ട്കം ആയിട്ട് അങ്ങനെ പറയാം. പിന്നെ മൂവി മൊത്തത്തിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. സംവിധായകന്റെ തന്നെ ആയിരുന്നു പൂർണ്ണമായിട്ടുള്ള ഒരു കഥ തിരഞ്ഞെടുക്കുന്നതും എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെ ഇതിനെ എല്ലാം കംപ്ലീറ്റ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ ആണ്. പുള്ളിയുടെ സ്റ്റൈലാണ്, പുള്ളി ഉണ്ടാക്കിയൊരു സ്റ്റൈലാണ്. നമ്മളും കണ്ടിട്ടില്ല ഇങ്ങനെ. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു രീതി നമ്മളും അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ തുടക്കം നമ്മൾ കാണുന്നത് നിങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ആ ഒരു വീഡിയോ, ഒരു റഷ്യൻ ബാലെ ടൈപ്പ് ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര രസമായിട്ട് ചെയ്തത്. അപ്പം പ്രേക്ഷകർക്കുള്ളിലൊരു കൺഫ്യൂഷനായി, ഇനി നിങ്ങൾ തമ്മിൽ ശരിക്കും കല്യാണം കഴിക്കാൻ പോവാണോ എന്നുള്ളൊരു സാധനം അങ്ങനെയുള്ളൊരു വൈറലായിരുന്നല്ലോ. അത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ? മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസിന്റെ ഒക്കെ മറ്റേ സേവ് ദ ഡേറ്റ് വീഡിയോസ് ഒക്കെ ഭയങ്കര പീക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു. അത് ഇപ്പൊ അത്ര ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഒരു വർഷം മുമ്പൊക്കെ ഭയങ്കര പീക്കിൽ നിൽക്കായിരുന്നു. എല്ലാവരും സേവ് ദ ഡേറ്റ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇതിന്റെ പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ കുറച്ച് അപ്പീലിംഗ് ആയിട്ടുള്ളൊരു പ്രൊമോഷൻ രീതി എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ അത് അതേപോലെ തന്നെ അതിന്റെ വെഡിങ് കാർഡ് അടിച്ചിട്ട് ഇൻവിറ്റേഷൻ അടിച്ച് അവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. ആ കാർഡ് വായിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനിങ്ങനൊരു സാധ്യതയുണ്ട്, സേവ് ദ ഡേറ്റ് വീഡിയോ ആണ്, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അതങ്ങനെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാ. പ്രേക്ഷകര്
ഇങ്ങനെ ഒരു കഥ ഒരിക്കലും പ്രതീക്ഷയില്ല, നിങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ സിനിമ എടുക്കുമ്പോൾ, ഫസ്റ്റ് സിനിമ എടുക്കുമ്പം ഇങ്ങനൊരു സ്പിൻ ഓഫ് ഉണ്ടാവണം എന്ന്. നമ്മൾ മലയാളികൾ കണ്ട് അതിനെ ആ ഒരു ക്യാരക്ടറിനെ ഏറ്റെടുക്കുക. ഇപ്പം പൊതുവേ എന്ന് പറയുന്നത് നായകനെയോ നായികയോ അല്ല, അതിന് ഉള്ളിൽ അഭിനയിച്ച കുറച്ച് ക്യാരക്ടർ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പം പ്രേക്ഷകരെ ശ്രദ്ധിക്കുന്നത്, അവരെയാണ് ഉയർത്തിപ്പിടിക്കാൻ കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ പുതിയ സിനിമകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കഥാപാത്രങ്ങൾ നായകനെ കൂടുതൽ പ്രൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ള നല്ല കഥാപാത്രങ്ങളുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ, അവരെ മനസ്സിലാക്കാനും ഇന്നത്തെ മലയാളി ഓഡിയൻസിന് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരുടെ ഒരു ചേഞ്ച്, ഒരു ഓഡിയൻസിൻ്റെ ഒരു ചേഞ്ച്. ഇത് ഇപ്പോൾ സിനിമ മറ്റേ ബിഗ് സ്ക്രീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ OTT-യിലും മിനി സ്ക്രീനുകളിലും ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിലായിട്ട് നോക്കാനുള്ള സമയമുണ്ട്. ഒരാളെ എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് അങ്ങനെ പറ്റുമല്ലോ. അങ്ങനെ ഒരു സാധ്യത ഇപ്പോഴാണ് ഉള്ളതെന്ന് തോന്നുന്നു. കട്ട് ചെയ്തിട്ട് റീലായിട്ടും അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ആഘോഷിക്കും ആൾക്കാർ. അപ്പോൾ അത്രയും ഡീറ്റെയിൽ അങ്ങനെ നോക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴുള്ളതുകൊണ്ടാണ്. പണ്ടൊക്കെ നമ്മൾ സിനിമ TV-യിൽ കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ പോവുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ല, പണ്ടാണെങ്കിലും പോസ് ചെയ്ത് ഇപ്പോഴാണെങ്കിൽ പൊതുവെ മലയാളികൾക്കൊരു എനിക്ക് എൻ്റെ തോന്നലാട്ടോ, ഒരു ആർട്ടിസ്റ്റിക് ഒരു മൈൻഡ് ഉണ്ട്. അവർക്ക് ഇപ്പോഴും ഒരു ഒബ്സർവേഷൻ, ഒരു പെർസെപ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു ആർട്ടിസ്റ്റിക്കലി ആൾക്കാർ പെർഫോം ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടമാവുന്നുണ്ട്. ഐ മീൻ അവരുടെ ഒരു ഈ എന്താ പറയുക ഫീച്ചേഴ്സ് അത് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അവർ ആ ക്യാരക്ടേഴ്സിനെ അവർ റിലേറ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അത് അന്നും അത് ഇന്നും അത് അങ്ങനെ തന്നെയാണ്. നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതുകൊണ്ടാണ് ഓഡിയൻസ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിത്രയ്ക്ക് എന്താണ്? ഇല്ല, മുമ്പെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലുണ്ട്, പക്ഷെ അത് ഇപ്പം നായകൻ നായിക എന്ന് കൂടാതെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നല്ല ക്യാരക്ടർ ചെയ്ത ആൾക്കാരെ വീണ്ടും ഈ പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ സുരേഷൻ സുമലത അല്ല നായകൻ നായികയായിരുന്നില്ല എന്നാത്താൻ കേസ് വീട്ടിൽ, പക്ഷെ എൻ്റെ ഡയലോഗ് എല്ലാവർക്കും പിന്നെ ആക്സെപ്റ്റ് ചെയ്ത് ആ ഡയലോഗ് എടുത്ത് റീല് OTT വന്നതിന് ശേഷമാണെന്ന് തോന്നും അത് റീലായി കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെയും കുറേ ആൾക്കാർ സിനിമ കാണാത്തവർ പോലും റീല് കണ്ട് ആ ഒരു ക്യാരക്ടറിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അങ്ങനെ ആൾക്കാരത് കുറച്ചും കൂടി ഏറ്റെടുക്കുന്നുണ്ട് എന്ന് അങ്ങനെ തോന്നി. ഇപ്പോൾ പഴയ പോലത്തെ നേരെ ഒരു വാർപ്പുമാതൃകൾ ഉണ്ടാവുന്ന ക്യാരക്ടേഴ്സ് അല്ല ഇപ്പോഴത്തെ ക്യാരക്ടേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. അത് പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെയും മേക്കേഴ്സിൻ്റെയും പ്രത്യേകതയാണ്. അതുകൊണ്ടും കൂടിയായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മളെ ഹൃദയഹാരിയായ പ്രണയകഥയിലും ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ഇതുപോലെ. എനിക്ക് എല്ലാവരുടെയും കഥ ഒരു സ്പിൻ ഓഫ് ആക്കി എടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ അങ്ങനെ സ്പിൻ ഓഫ് ആക്കി എടുക്കാൻ പറ്റുന്ന പിന്നെ കഥകളിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ. കാവന്താഴം കുടുംബത്തിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. സുഹാസിനി അല്ലേ? അതെ 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 അതെ. സ്പിൻ ഓഫിന് സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് ഒരുപാട്, ഇഷ്ടം പോലെ. ചിത്രയുടെ ക്യാരക്ടർ രജിസ്റ്റർ ആയി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്ന കമന്റ് എന്തായിരുന്നു? ചിത്ര കേട്ടത് എന്താ പറയുക, പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ട്രൂ ലവ്, ഇങ്ങനെ ഒരു കാമുകീൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് തന്നെയാണ്. കമന്റ് സെക്ഷനല്ലേ ചോദിച്ചത്. ആ ഒരു എന്താ പറയണ്ട, അതെ എല്ലാ കാമുകന്മാർക്കും ഇങ്ങനത്തെ ഒരു കാമുകിയെ കിട്ടണമായിരുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റ്സ്. പക്ഷെ അവിടെയും സിൻസിയർ ആയിട്ടുള്ള ഒരു കാമുകൻ ഉണ്ടല്ലോ, കെയറിംഗ് ആയിട്ടുള്ള. അതെ. എന്താണ് പ്രണയത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല ഒരു കാര്യമാണ് പ്രണയം. പ്രണയിച്ചോണ്ടിരിക്കുക, അതിപ്പോ എല്ലാറ്റിനും പ്രണയിക്കുക. സമയ സന്ദർഭവും സാഹചര്യം നോക്കി സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് അതിന്റെ ഇടയില് എല്ലാരും പ്രേമിക്കാം, പക്ഷെ അതേതാണ് ചിത്ര? അല്ല ഞാൻ പറയണ്ടല്ലോ, കുട്ടിക്ക് അറിയായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ.
പ്രണയിക്കാൻ പേടിയുണ്ടോ? ഇല്ല ഇല്ല പ്രണയിക്കാൻ ഇതിന് പേടിക്കുന്ന അതെ അതെ അതെ. ഒരു പേടിയില്ല. സുമലത ടീച്ചറിന്റെ ക്യാരക്ടറുമായിട്ട് ചിത്രയുമായിട്ട് എന്തെങ്കിലും സാമ്യത എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അത്ര ബോൾഡ് അല്ലാന്ന് തോന്നുന്നു ഞാൻ. അല്ല അങ്ങനെയല്ല, അങ്ങനെ സുമലത കുറച്ചും കൂടി കുറച്ചും കൂടി ഇൻട്രോവേർട്ട്. ആര് അല്ല ചിത്രയോ? ഞാനില്ലേ Personally ചിത്രേച്ചി introvert ആണോ? അല്ല പിന്നെന്താ? പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ introvert ഓ? എന്ത് അത് ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മളെ കംഫർട്ട് സോൺ ഉണ്ടാവില്ലേ, നമ്മുടേതായ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഭയങ്കര ചറവറയായിരിക്കും, എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അങ്ങനെയായിരിക്കും. അങ്ങനെ തന്നെ. അതെ. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്തിൽ വന്ന് ഞാൻ പറയുന്നത് അബദ്ധാവോ, ഇതിങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ സിനിമ ഈ ഒരു മേഖലയിൽ വന്ന് അധികം നല്ല ഒട്ടും ആയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ അത് അടുത്ത ട്രോളാവും കൊളാവും. അങ്ങനെ എന്തെങ്കിലും പേടിയാണ്? ഞാനത് 3 പേരോടും ചോദിക്കാനിരുന്ന, എന്തെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ അത് വേറൊരു രീതിയിൽ ആൾക്കാർ നിർവചിച്ചെടുക്കും, അല്ലെങ്കിൽ അവർ വേറൊരു രീതിയിൽ അതിനെ കാണും എന്നുള്ള പേടിയുണ്ടോ? അല്ല അത് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, എടുക്കുമല്ലോ. അല്ല അത് അല്ലേ, സ്വാഭാവികല്ലേ. അതെ. നമ്മളിപ്പോ മറ്റേ ഈ ഇതിന്റെ പ്രൊമോഷന്റെ ഇതിന്റെ താഴെ തന്നെ ആൾക്കാർ എനിക്കൊക്കെ നല്ല നല്ല തെറി കമന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ എന്താ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവൻ ആ ടീച്ചറെ ചതിച്ചു, ഇവനെ കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റുകളൊക്കെ വരും. അത് ഈ നമ്മള് ആൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ പിന്നെ കുറെ ആൾക്കാർക്ക് മറ്റേ വീട്ടിലിരിക്കല്ലേ, എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ചെയ്യാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് പറയാൻ പറ്റാത്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ സിനിമേന്റെ കാര്യം ഇപ്പം ഇയാൾ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സിനിമയെ പറ്റി പറഞ്ഞ ലാസ്റ്റ് മെയ് 16 മുതൽ സിനിമ ആരും കാണേണ്ടി വരില്ല, എൻ്റെ ഇന്റർവ്യൂ മാത്രം കണ്ടാൽ മതിയായിരിക്കും. ആ രീതിയിൽ ഞാൻ ചിലപ്പോ അതിന്റെ പറ്റി സംസാരിക്കും. അപ്പൊ അതെങ്ങനെ അതിന്റെ എവിടെയും ടച്ച് ചെയ്യാതെ പറയണം എന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഇനി 3-4 സിനിമ വന്ന് കഴിഞ്ഞ് സംസാരിച്ച് ഇന്റർവ്യൂ പഠിച്ച് ചിലപ്പോ ശരിയാവുമായിരിക്കും. ശരിയാവും. അല്ല ഇതൊരു 3-4 ഇന്റർവ്യൂയോട് കൂടി ഏതാണ്ട് ശരിയാവും. അല്ല ഞാൻ ഉദ്ദേശിച്ച എവിടെയോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. അതായത് ഞാൻ പറയുന്നത് തെറ്റിപ്പോകും. സിനിമേനെ പറ്റി ചോദിച്ചാ ചിലപ്പോ ഇതിൽ അങ്ങനെയുണ്ട്, ഇതിലും ഇങ്ങനെയുണ്ട്. ഇപ്പം ശരണ്യയുടെ ക്യാരക്ടർ ഇതാ വന്ന് ഇങ്ങനെ ചെയ്ത് അങ്ങനെ സിനിമയായി. അബദ്ധം നമ്മുടെ കൂടപ്പുറപ്പായതുകൊണ്ട് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ഇത് സിങ് സൗണ്ട് അല്ലേ, ഇത് വെച്ച് സംസാരിക്കും, ഭയങ്കരമായിട്ട് രഹസ്യം പറയും. പക്ഷെ അവിടെ സുരേഷേട്ടൻ പറയാ അതായത് ഞാനും ശരണ്യയില് ഭയങ്കര ഡയറ്റ്. അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം ഉണ്ടമ്പൂരി 4 എണ്ണം കഴിക്കണുണ്ട്, മറുപടി പറയണേ. ഒന്ന് മാറി നിന്നിട്ടൊക്കെ രഹസ്യം പറയുമ്പോഴേ അപ്പുറത്തുനിന്ന് മൈക്കില് മറുപടി കിട്ടും. അപ്പൊ രഹസ്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, പരസ്യമാവുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് ഓർമ്മയുണ്ടാവില്ല, ഇടക്കിടക്ക് ബിഗ് ബോസ് പോലെ നമ്മള് സ്വന്തമായി അല്ലേ. ഇവരുടെ രഹസ്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനത്തെയാ, ഉണ്ടമ്പരി കഴിക്കാൻ പോകുന്നത്, സ്വദേശി വട കഴിക്കാൻ പോകുന്നത്, അതൊക്കെയാ. അതെ പിന്നെ ആണ് അറിയാം. സിനിമയിലേക്ക് വരാം. അപ്പം ഇതിനകത്തില്ലേ ഞാൻ ട്രെയിലറിനകത്തിലൊരു ബോർഡ് ഇങ്ങനെ കണ്ടായിരുന്നു. അതായത് നാടകം ജീവശ്വാസമാണ്, ശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. ശരിക്കും സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്നത് പോലെ സിനിമയ്ക്കുള്ളിൽ നാടകം എന്നുള്ളൊരു കൺസെപ്റ്റിനെ നിങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് അല്ലേ? അത് എത്രത്തോളം ഒരു നാടകം എന്നൊരു കലയെ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്നുള്ളതാണോ, അതോ നാടകം തന്നെയാണോ ശരിക്കും സിനിമ? അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഒന്നുമില്ല. നാടകം എന്ന് പറഞ്ഞാൽ കലയെ അങ്ങനെ പ്രേക്ഷകരിലേക്ക് സിനിമ വഴി എത്തിക്കണം എന്ന് ഇല്ലാന്ന് തോന്നുന്നു. അത് നാടകം തന്നെയാണ്. നാടകത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ സിനിമയില് നാടകം അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ്, കഥ പറയാനുള്ളൊരു ഏരിയ ആണ് നാടകത്തിലെ മെയിൻ ക്യാരക്ടർ. അല്ല, ഇതെനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരുപാട് കുറേ ഭയങ്കര വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്ര എഫേർട്ട് ഇട്ടുണ്ട് എനിക്കറിയില്ല. ഭയങ്കര എഫേർട്ട്ലെസ്ലി കഷ്ടപ്പാടില്ലാണ്ട് കുറച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ നാടക സീൻസൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരുപാട് നാടകക്കാർ പയ്യന്നൂർ നാട്ടിലെ പണ്ട് മുതലേ
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലം മുതലേ അവിടെ നാടകമൊക്കെ സജീവമായി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ 70-ഓളം വയസ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്, അവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ആണ് ശരിക്കും. നമ്മൾ സിനിമയിലല്ലാന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഈ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നാടകം ഈ സിനിമയുടെയും ഈ ഡയറക്ടറിന്റെയും ഒരു ഇത് തന്നെയാണ്, ഒരു ബ്രില്യൻസ് തന്നെയാണ്. കാരണം ഞാൻ നിങ്ങളുടെ പല ഇന്റർവ്യൂസിലും കണ്ടു, കാസർഗോഡ് എന്ന ഒരു നാട്ടിൽ നിന്ന് സിനിമയിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ കഷ്ടപ്പെടുന്ന, ഇപ്പോഴും ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന സംവിധാനത്തിലൂടെയും സെന്ന ഹെഗ്ഡയിലൂടെയൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് നിങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം വരുന്ന അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള വരാൻ ആഗ്രഹമുള്ള കലാകാരന്മാർക്ക് കൂടി ഒരു പ്രചോദനം കൂടെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കലാകാരന്മാരെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരോട് എന്താണ് ശരിക്കും പറയാനുള്ളത്? അപ്പോൾ അങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കേണ്ടവരല്ല, എല്ലാ ദേശക്കാർക്കും എല്ലാ ഭാഷക്കാർക്കും അതിനുള്ളൊരു പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളത്. നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിലിങ്ങനെ സിനിമ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സ്ഥലമാണ്. അപ്പോൾ ആ നാട്ടുകാരൊക്കെ ഇപ്പോൾ പിന്നെ സിനിമയിൽ അഭിനയിക്കണം, ഓഡിഷന് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ മുക്കും മൂലയിൽ നിന്നും ആൾക്കാർ ഇറങ്ങും. ഇപ്പോൾ അങ്ങനെ കാസർഗോഡ് നിന്ന് അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെ നിന്നും അങ്ങനെ പറ്റും. അതാണ് പറയാനുള്ളത്. ആൾക്കാർ ഇപ്പോൾ ഓപ്ഷൻസ് എല്ലാവർക്കും ഉണ്ട്. എല്ലാ ലോക്കൽ ഏരിയനെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കലാകാരന്മാർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് അത് അതിന്റെ ചാനലൊന്നും ശരിയാവുക എന്നുള്ളൂ. അവരെ അംഗീകരിക്കാനും ഇപ്പോൾ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും പണ്ട് അങ്ങനെ ഒരു സംഭവം വളരെ കുറവായിരുന്നു. അതെ, പുതിയ ആർട്ടിസ്റ്റുകൾ എന്നുള്ളതുകൊണ്ട് നമ്മൾ സിനിമേനെ മാറ്റി നിർത്തുകയൊന്നുമില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും അതിനെ. ഇപ്പോൾ അങ്ങനെയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആക്സെപ്റ്റൻസും ഉണ്ടാവും, കിട്ടും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജേഷ് മാധവൻ്റെ പല സിനിമകളിലും കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നല്ല ഭംഗിയുള്ള. എന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം 2-3 പേര് ഇങ്ങനെ പറഞ്ഞു തരാനും, പ്രാപ്പട സിനിമയിലെ ആ കഥാപാത്രം ബാക്കി എല്ലാ കഥാപാത്രങ്ങളിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് നമുക്കും ഇത് നമ്മൾ കണ്ട രാജേഷ് മാധവൻ അല്ലല്ലോ ഇത് എന്നൊരു തോന്നലുണ്ടാകുന്നത്. അതൊരു ആ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ? അതിനു മുമ്പ് ആ സിനിമയെ പറ്റിയും കൂടി പറയാം. പ്രാപ്പട കൃഷ്ണേന്ദു കലേഷിന്റെ സിനിമയാണ്. ഞങ്ങൾ ഒരുപാട് ഫെസ്റ്റിവലുകളൊക്കെ പോയിട്ടുണ്ട്. അത് ക്രിട്ടിക്കലി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സിനിമയാണ്. അത് ഞങ്ങൾ കോവിഡ് സമയത്ത് ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം എന്നുള്ള രീതിയിൽ തന്നെ എടുത്തതാണ്. അപ്പോൾ അതിനൊരു 1/2 പേജ് സ്ക്രിപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കൃഷ്ണേന്ദു കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആവും എന്നിങ്ങനെ സംസാരിച്ചുണ്ടാവുന്നതാണ് ആ ക്യാരക്ടറൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് ഫീഡ് മാത്രമേ തന്നിട്ടുള്ളൂ, ഇങ്ങനത്തെ ക്യാരക്ടർ ഇങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. അത് അങ്ങനെ മനുഷ്യനാവേണ്ട കാര്യമില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊരു പ്രോപ്പർട്ടിയൊക്കെ പോലെ ഉണ്ടാവേണ്ട പോലത്തെ ഒരു ക്യാരക്ടറാണ് ശരിക്കും. നമുക്ക് അങ്ങനത്തെ കഥാപാത്രങ്ങളെ വേറെ സിനിമകളിൽ നിന്നോ വേറെ മനുഷ്യരിൽ നിന്നോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് നമ്മൾ ഉള്ളിൽ തന്നെ ഫോം ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മൾ തന്നെ സ്കെച്ച് ഉണ്ടാക്കി നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത്. അതെ, അത് ഇങ്ങനെ ഡയറക്ടറുടെ കൂടെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് പറ്റുന്നതൊക്കെ സംസാരിക്കുക. അപ്പോൾ എനിക്കിപ്പോഴും ഞാനത് പരിപൂർണമായിട്ടും ഞാൻ അതിലേക്ക് എത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ആ ക്യാരക്ടർ ഇതിപ്പോൾ ഇനി എന്തായാലും ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചർച്ചയില്ല. എന്നാലും അപ്പോൾ ആ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു നമുക്ക്, ഇത് മനുഷ്യനല്ല എന്നുള്ളതിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഫീഡ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ സീനിൽ തന്നെ നമുക്ക് ഇമോഷണൽ ആവാൻ പാടില്ല. ഞാനവിടെ വേറൊരു ഫീലിലാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ആ വ്യത്യസ്തത ആ ക്യാരക്ടറിൻ്റെ കൂടെ ഉണ്ട്. ഞാനായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ആ ക്യാരക്ടറിൻ്റെ കൂടെയുള്ള വ്യത്യസ്തയാണ്. അപ്പം നമ്മളത് കഴിയുന്നത്രയും പുള്ളിയുടെ മനസ്സിലുള്ള ക്യാരക്ടറായി പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് നടത്തിയത്. എന്നെ സംബന്ധിച്ചും അത് ഭയങ്കര ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് തന്നെയായിരുന്നു. പിന്നെ അതെ, കൃഷ്ണേന്ദു പുള്ളി ഇമാജിൻ ചെയ്ത സംഗതി ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളി ചെയ്ത പരിപാടികളിൽ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അത് അത്ര എനിക്ക് അതിലേക്ക് അങ്ങനെയൊക്കെ കൃഷ്ണേന്ദു പറയുള്ളൂ. ആക്ച്വലി രാജേഷ് മാധവൻ ഒരു വലിയ സംഭവമാണ് മൊത്തത്തിൽ പറഞ്ഞല്ലേ. ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ മിണ്ടാതെ.
സെറ്റിലും ഇങ്ങനെ പുള്ളി സൈലന്റ് ആയിട്ടുള്ള ആളാണോ? അല്ല അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഭയങ്കര പുള്ളി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, ഭയങ്കര കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അത് ആളാണ്. ഞാൻ ഭയങ്കര ബ്രില്യന്റ് ആണ്, ഞാൻ ഇങ്ങനെ ഇന്റലക്ച്വൽ സംസാരിക്കും അങ്ങനെയല്ല, സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാനും ചളപ്പള്ളയാ, ഇവരുടെ അത്രയും പറ്റുന്നില്ല. ഇറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ചേട്ടാ ഓരോരോ സംസാരിക്കുന്ന ആളെ നോക്കി ബ്യൂട്ടിഫുൾ പേഴ്സൺ ആണ്, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു മനുഷ്യൻ. താങ്ക് യു. ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, നമ്മളിപ്പോ ഈ ഓരോ സീരിയലും ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടല്ലേ ഇരിക്കൂലേ, ഭയങ്കര കൂളാക്കി തരും ഇങ്ങനെ. എന്താ പറയണ്ടേ, അത് ചെയ്യാൻ പറ്റും, അങ്ങനെ പറ്റും ഇങ്ങനെ. അത് നമ്മൾക്കും കൂടി വേണ്ടിട്ടാ. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാനും ടെൻഷൻ അടിക്കണ്ടേ, ഓപ്പോസിറ്റ് നിൽക്കണ്ടേ, അത് നമുക്കും കൂടെ വേണ്ടിട്ടാ. അങ്ങനെ എന്തൊക്കെ പൊടിക്കൈകളാണ് ചെയ്യാറുള്ളത്? ഇപ്പൊ രാജേഷ് മാധവൻ ഒരു കീൻ ഒബ്സർവറും കൂടെ ആണ്, അഭിനയിക്കുന്ന രീതികള് ചിലപ്പോൾ നിങ്ങൾക്കും കൂടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരിക്കാം അഭിനയിക്കുന്ന സമയത്ത്. എങ്ങനെയാണ് ആ ഒരു കോംബോ, ഒരു ക്യാരക്ടറിനപ്പുറത്തേക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പുള്ളീനെ? അല്ല, ഞാൻ ടെൻഷൻ വരുമ്പോൾ അല്ലേ രാജേഷ് ചേട്ടനോട് ഇങ്ങനെ ചോദിക്കും, രാജേഷ് ചേട്ടാ എന്ത്. അപ്പോൾ പിന്നെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ അതിനെ, ഇത് പിന്നെ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ല നമ്മളോട് പെരുമാറുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളെ പോലെ നമുക്ക് എന്താ, നമ്മളൊരു കഥാപാത്രത്തിൻ്റെ പ്രോസസ്സ് അവരെന്താണോ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ എന്താ അവരെ ടെൻഷൻ അടിപ്പിക്കാതെ നിൽക്കാൻ ശ്രമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പിന്നണിയിൽ നിന്ന് ചെയ്യുക സാധാരണ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെറുതായിട്ടൊരു സപ്പോർട്ട്, അത് നമ്മളായിട്ട് ഇങ്ങനെ സഹായമല്ല, അവർ ചിലപ്പോൾ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് സമാധാനത്തോടെ എവിടെയെങ്കിലും താങ്ങി നിൽക്കണമായിരിക്കും. അങ്ങനെ ഒരു സ്പേസ് കൊടുത്താൽ മതി, അതെല്ലാവർക്കും. കുറെ സീൻസ് നമുക്ക് ടെൻഷൻ വരുമ്പോൾ ഉണ്ടല്ലോ, ചിലർ വന്നിങ്ങനെ കുറെ ഇൻപുട്ട് വരും, പക്ഷെ നമ്മളത് കേൾക്കുന്ന ഇതിൽ ആയിരിക്കില്ല, കേട്ടാലും നമ്മളത് അതേ രീതിയിൽ തന്നെ നമ്മുടെ തലയിൽ കയറണമെന്നില്ല. പക്ഷേ രാജേഷേട്ടൻ അത് മനസ്സിലാക്കി വളരെ ലളിതമായിട്ട് സിമ്പിൾ വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ജെസ്റ്റേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ എന്തെങ്കിലും പേർപ്പസ്ഫുള്ളി ഡയറക്റ്റ്ലി പറഞ്ഞു തരുന്നൊന്നുമല്ല, നമുക്കത് കാണുമ്പോൾ നമുക്ക് ആശ്വാസം ലളിതമായിട്ട് പറഞ്ഞു തന്ന് നമ്മളെ കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്തൊക്കെ മറ്റേ ലെജൻഡറി ആയിട്ടുള്ള മറ്റേ ആൾക്കാരുടെ കൂടെയാണ്. അപ്പോൾ ദിലീഷ് പോത്തനൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ കൂടെ നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആക്ച്വലി. അതൊരു മാറ്റം കൂടിയാണ് വരുന്ന. ഇതുപോലെ ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സാധനം അടുത്ത ആളിലേക്കും പകരാമല്ലോ, വരുന്ന തലമുറയ്ക്കും കൂടെ. പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുകയാണ് സുമലത ടീച്ചറിനെയും സുരേഷിനെയും. എന്താണ് അവർ പറയാൻ ശ്രമിക്കുന്നത്, അവരുടെ പ്രണയം എങ്ങനെയാണ് എന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനകത്തിലെ ഡ്രാമകളും ഇമോഷൻസും എല്ലാം ഇങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് ഗസ്റ്റ് റോളിൽ കുഞ്ചാക്കോ ബോബൻ വരുന്നത് കൊണ്ടല്ലേ ഒരുപാട് സമയം ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഇല്ല, ഞങ്ങള് അത്ര സമയം കൊടുത്തില്ല പുള്ളിയുടെ ക്യാരക്ടറിനുള്ള സമയമുണ്ട്, കഥയിലുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പിന്നെ ക്യാരക്ടറാണ് നമ്മുടെ സിനിമയിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട്. പുള്ളി നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ പുള്ളിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? അത് നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വായിന്ന് അറിയാത്ത പോലെ അറിയാത്ത പോലെ ഇരിക്കാതെ ഉറങ്ങിയ പോലെ അല്ലേ അഭിനയിക്കും. ഓക്കെ, എന്തായാലും സിനിമ വലിയ വിജയമായിട്ട് പ്രേക്ഷകരൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.